എസാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവോത്ഥാന നായകന്മാരും അവർ ജനിച്ച വർഷവും അവരുടെ ജന്മസ്ഥലവും അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായി PSC അവർ ജനിച്ച വർഷം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം അതല്ലെങ്കിൽ ഇവരുടെ ജനിച്ച വർഷങ്ങൾ ചേരുമ്പടി ചേർക്കുക, അതും അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട്. അപ്പം നവോത്ഥാന നായകന്മാരും അവരുടെ ജന്മസ്ഥലവും അവർ ജനിച്ച വർഷവും നോക്കാം. വൈകുണ്ഠസ്വാമി നമുക്കറിയാം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി പരിഗണിക്കുന്നത് വൈകുണ്ഠസ്വാമിയാണ്. അദ്ദേഹം ജനിച്ചത് സ്വാമിത്തോപ്പിൽ 1809 മാർച്ച് 12 വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. കന്യാകുമാരിക്ക് അടുത്തുള്ള സ്വാമിത്തോപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് വൈകുണ്ഠസ്വാമി ജനിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമരം നടന്നിരുന്നു. ആ സമരത്തിന് പറയുന്ന പേരാണ് നിലവിളി സമരം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതായത് മാർച്ച് 12 പൊതു അവധി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2014 നടന്ന സമരമാണ് നിലവിളി സമരം. ചാവറയച്ചൻ ജനിച്ചത് 1805 ഫെബ്രുവരി 10 കൈനകരിയിലെ ചാവറ ഭവനത്തിലാണ്. കൈനകരിയിൽ ചാവറ ഭവനം, ജില്ല ആലപ്പുഴ ജില്ലയിലെ ചാവറ ഭവനത്തിലാണ് ചാവറയച്ചൻ ജനിച്ചത്. ജനിച്ച വർഷം 1805. ചാവറയച്ചനാണ് ആദ്യം ജനിച്ചതെങ്കിലും ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി പരിഗണിക്കുന്നത് വൈകുണ്ഠസ്വാമിയെയാണ്. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിൽ ഉള്ളോർക്കോട് ഭവനം, വീട്ടുപേര് ഉള്ളോർക്കോട് ഭവനം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നു. ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമായ ഓഗസ്റ്റ് 25. ജനിച്ച വർഷം മറക്കരുത്, 1853. അതുപോലെ തന്നെ വീട്ടുപേര് ഉള്ളോർക്കോട് ഭവനം. എത്ര തവണ PSC ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ഉള്ളോർക്കോട് ഭവനം. ശ്രീനാരായണ ഗുരു, നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. നവോത്ഥാനത്തിൻ്റെ, അതായത് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ജനിച്ചത് 1856 ഓഗസ്റ്റ് 20 ചെമ്പഴന്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയിൽ വയൽവാരത്ത് വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. ജനിച്ച വർഷം 1856 ഓഗസ്റ്റ് 20. ജനനവും മരണവും പൊതു അവധി പ്രഖ്യാപിച്ച ഒരേ ഒരു നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹം ജനിച്ചതും അദ്ദേഹം മരിച്ചതും ഗവൺമെൻറ് അവധിയായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണം 1928 സെപ്റ്റംബർ 20 അദ്ദേഹം മരിച്ചത്. ഈ സെപ്റ്റംബർ 20 അതുപോലെ തന്നെ ഓഗസ്റ്റ് 20 പൊതു അവധിയായിട്ടാണ് പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വയൽവാരത്ത് വീട്. അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഓഗസ്റ്റ് 28 1863 ഓഗസ്റ്റ് 28 തിരുവനന്തപുരം ജില്ലയിലെ പ്ലാത്തറ വീട്, അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് പ്ലാത്തറ വീട്. ജനിച്ച വർഷം 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂരിലെ പ്ലാത്തറ വീട്ടിൽ ജനിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. മറ്റൊരു നവോത്ഥാന നായകൻ ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത് 1852 ഓഗസ്റ്റ് 26 പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ കൊല്ലങ്കോട്ടിൽ കാരാട്ട് തറവാട്ടിലാണ് ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കാരാട്ട് തറവാട്. ഏത് ജില്ലയിലാ? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ
ചിറ്റൂരിലെ കൊല്ലങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് കാരാട്ട് തറവാട്. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ എന്നാണ്. കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ. കാരാട്ട് ഗോവിന്ദൻകുട്ടി മേനോൻ എന്നാണ് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര്. വാഗ്ഭടാനന്ദൻ 1885 ഏപ്രിൽ 27 കണ്ണൂരിലെ പാട്യത്ത് വയലേരി തറവാട്ടിൽ ജനിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. വർഷം 1885 ഏപ്രിൽ 27 കണ്ണൂരിലെ പാട്യത്ത് വയലേരി തറവാട്ടിലാണ് ആര് ജനിച്ചിരിക്കുന്നത്? വാഗ്ഭടാനന്ദൻ ജനിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. ജനിച്ചത് 1885 ഏപ്രിൽ 27. സഹോദരൻ അയ്യപ്പൻ ജനിക്കുന്നത് 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ ചേറായിയിലാണ്. സഹോദരൻ അയ്യപ്പൻ്റെ ജനനം 1889 ഓഗസ്റ്റ് 21 എറണാകുളം ജില്ലയിലെ ചേറായിയിൽ ജനിച്ച നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിൽ ജനിച്ച നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. സ്ഥലത്തിൻ്റെ പേര് ഓർത്ത് വെക്കണം, ഇരവിപ്പേരൂർ. ചോദിച്ച ക്വസ്റ്റ്യനാണ്. നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879 ഫെബ്രുവരി 17 പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിൽ ജനിച്ചു. വക്കം അബ്ദുൽ ഖാദർ മൗലവി. അദ്ദേഹത്തിൻ്റെ ജനനം 1873 ഡിസംബർ 28. വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിൽ താലൂക്ക്. ചിറയിൻകീഴിൽ താലൂക്ക്. PSC ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. അദ്ദേഹം ജനിച്ച താലൂക്ക് ചിറയിൻകീഴിൽ താലൂക്ക്. വക്കത്ത് ജനിച്ച നവോത്ഥാന നായകൻ. വീട്ടുപേര് പുന്ത്രാൻ വിളകം വീട്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ വീട്ടുപേരാണ് പുന്ത്രാൻ വിളകം വീട്. ജനനം 1873 ഡിസംബർ 28 തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴിൽ താലൂക്കിൽ വക്കത്ത് പുന്ത്രാൻ വിളകം വീട്ടിൽ ജനിച്ച നവോത്ഥാന നായകനാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ചത് 1878 മെയ് 25 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ കൂടില്ലാ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടുപേരാണ് കൂടില്ലാ വീട്. രാമകൃഷ്ണപിള്ള, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ചത് 1878 മെയ് 25 തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിൽ കൂടില്ല വീട്ടിൽ ജനിച്ച നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദ്യത്തെ പത്രാധിപരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അദ്ദേഹത്തെ നാട് കടത്തിയത് 1910 സെപ്റ്റംബർ 26 തിരുനെൽവേലിയിലേക്ക് നാട് കടത്തപ്പെട്ട നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതുപോലെ സ്വദേശാഭിമാനി പത്രം ആരുടെയാ? വക്കം അബ്ദുൽ ഖാദർ മൗലവിൻ്റെ പത്രമാണ് സ്വദേശാഭിമാനി പത്രം. അതിലെ രണ്ടാമത്തെ പത്രാധിപരായിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ 1878 ജനുവരി 2 ജനിച്ചു. ജനുവരി 2 മന്നം ജയന്തിയായിട്ട് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. പൊതു അവധിയാണ് ജനുവരി 2. അദ്ദേഹം ജനിച്ച വർഷം 1878. കോട്ടയം ജില്ലയിലെ പെരുന്നയിൽ മന്നത്ത് തറവാട്. വീട്ടുപേര് മന്നത്ത് തറവാട്. മന്നത്ത് തറവാട്ടിൽ ജനിച്ച നവോത്ഥാന നായകനാണ്
മന്നത്ത് പത്മനാഭൻ. ജനിച്ച വർഷം ഓർത്ത് വയ്ക്കുക 1878 ജനുവരി 2. ഡോക്ടർ പൽപ്പു 1863 നവംബർ 5 തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ നെടുങ്കോട്ട് ഭവനത്തിൽ ജനിച്ച നവോത്ഥാന നായകൻ ഡോക്ടർ പൽപ്പു. ജനിച്ച വർഷം 1863 നവംബർ 25 തിരുവനന്തപുരം ജില്ലയിലെ പേട്ടയിൽ നെടുങ്കോട്ട് ഭവനം. വീട്ടുപേര് നെടുങ്കോട്ട് ഭവനം. കേളപ്പൻ. കേളപ്പൻ ജനിച്ചത് 1889 ഓഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലെ മുച്ചുകുന്നിൽ ജനിച്ച നവോത്ഥാന നായകനാണ് കേളപ്പൻ. അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് കേളപ്പൻ. ജനിച്ച വർഷം 1889 ഓഗസ്റ്റ് 24 കോഴിക്കോട് ജില്ലയിലെ മുച്ചുകുന്നിൽ ജനിച്ച നവോത്ഥാന നായകൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് നവോത്ഥാന നായകന്മാർ, അവർ ജനിച്ച വർഷങ്ങൾ, അവർ ജനിച്ച സ്ഥലം എന്നിവയൊക്കെയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.